എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് മുസ്ലിം കാർസിലാണ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇത് പിന്നെ കുളപ്പുറത്ത് നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലോട്ടുള്ള വഴിയിൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ അല്ല, നമ്മളെ കക്കാട് ഭാഗത്താണ്, മലപ്പുറം ജില്ലയിൽ. അത് നമുക്ക് ഇന്നോവ തുടങ്ങിയല്ല? ഇന്നോവ 2015 മോഡൽ. 2015 മോഡൽ ഇന്നോവ റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇത് എവിടുന്ന് രജിസ്റ്റർ ചെയ്തതാണ്? ഇത് പഞ്ചാബ് വണ്ടി. ഉള്ളൊക്കെ അത്യാവശ്യം തിരക്കട് ചെയ്യാത്ത വണ്ടി. ഇത് ഇപ്പോൾ കാണുന്നത് ഫസ്റ്റ് ഓണറിലാണ് കാണുന്നത്. ഇവിടെ ഇനി രജിസ്റ്റേർഡ് ആയി വരുമ്പോൾ 2ാമത്തെ ഓണറിലാവും. AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, അലോയ് വീല്, സെൻട്രൽ ലോക്ക്, സെൻട്രൽ AC. 1,95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ 4 ടയർ അത്യാവശ്യം ഫുൾ കട്ട ടയറാണ്. ഒരു 80% ടയറുണ്ട്. ഇത് ചോദിക്കുന്ന വില എത്ര? നമ്മൾ ചോദിക്കുന്നത് 6,60,000. 6,500 നമുക്ക് ഫൈനൽ കൊടുക്കാം. 6,500 ഫൈനൽ ഇന്നോവ ഇവിടുത്തെ നമ്പറിൽ കൊടുക്കാം. ഇതെന്താ റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഒരു ഡോറിന്റെ ഏതൊരു ഗ്ലാസും റീപ്ലേസ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്തതൊരു പോളല്ല, 2010 മോഡല്. 2010 മോഡൽ പോളുണ്ട്. പുതിയ പേപ്പർ. 1,33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇത് ഓണർ 5ാമത്തെ ഓണറാണ് കേട്ടോ. 5 ഓണർ ആയിക്കണേ. അപ്പൊ വണ്ടി നല്ല വൃത്തിയാ. വണ്ടി ഉള്ളൊക്കെ നല്ല ക്ലീൻ വണ്ടിയാ. കണ്ടാലും 5ാമത്തെ ഓണർ ആയി പറയില്ല. നല്ല കോസ്റ്റ്ലി അലോയ് വീൽ ഉണ്ട്. ഫ്രണ്ടിലെ പുതിയ ടയർ ഉണ്ട്. 17 സൈസ് അലോയ് വീലാണ്. ബാക്കത്തെ ടയറും അത്യാവശ്യം ഉള്ള ടയറാണ്. ഹൈലൈൻ ആണ് കേട്ടോ. ഹൈലൈൻ വണ്ടി പോളോയിലെ ഹൈലൈൻ ആണ്. ഇത് ചോദിക്കുന്ന റേറ്റ് എത്തത്? ഇത് നമുക്ക് 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. 1,85,000 രൂപ. പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ പോളോ. അപ്പൊ അടുത്തത് നിസാൻ സണ്ണി. 2013 മോഡല്. 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്. 4ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 1,90,000 ഒരു നിസാൻ സണ്ണി ഉണ്ട്. ഫുൾ ലോൺ കൊടുക്കാം. XL ഓപ്ഷൻ ആണ്. ഫുൾ ലോൺ ഓപ്ഷന്. റീപ്ലേസ് ഒന്നും ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വാഗനർ ഉണ്ട്. 2010 വാഗണർ VXI സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. VXI ഓപ്ഷനാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയില്ല, ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി. ഇത് റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഇല്ല. ഇതിന് ചോദിക്കുന്ന റേറ്റ് എത്ര? പുതിയ പേപ്പറിൽ 2,10,000 നമുക്ക് കൊടുക്കാം. പുതിയ പേപ്പർ തരും 2,10,000 രൂപ. അപ്പോൾ ഒരു 5 കൊല്ലത്തിന് നിങ്ങൾ പേപ്പർ ഒന്നും നോക്കണ്ട. ലോൺ വേണമെങ്കിൽ ലോണും കൊടുക്കാം. ലോണും കാര്യങ്ങളൊക്കെ കിട്ടും പറയുന്നുണ്ട്. അടുത്തത് സ്ക്വാഡല്ല, സ്കോഡയുടെ ലോറ ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ സ്ക്വാഡുണ്ട്. ഇതും പുതിയ പേപ്പറിൽ നമുക്ക് 2006 മോഡലാണ്. പുതിയ പേപ്പറിൽ നമുക്ക് 1,60,000 കൊടുക്കാം. 1,60,000 സ്ക്വാഡ ഡീസലാണ് വണ്ടി. സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഉണ്ട്. ഇപ്പോൾ സഡാൻ സ്ക്വാഡുണ്ട് ഇവിടെ. ഇത് ചോദിക്കുന്ന വില എത്ര? ഇത് നമ്മൾ 1,60,000 ചോദിക്കുന്നുണ്ട്. 50,000 നമുക്ക് കൊടുക്കാം. 1,50,000 ഫൈനൽ തരും. അത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. വാഗണർ 2010 മോഡൽ. വാഗണർ വൈറ്റ് കളറിൽ അലോയ് വീലുണ്ട്. VXI ഓപ്ഷനാണ്. സെക്കൻഡ് ഓണർ. അതേപോലെ 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടിയാണ്. 2,10,000 നമുക്ക് കൊടുക്കാം. പുതിയ പേപ്പറാണ്. സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഉണ്ട്. അത്യാവശ്യം അലോയ് വീലൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇത് ഏത് ഓപ്ഷൻ ഉണ്ട്? VXI അല്ല. ഇത് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക്? 2,10,000 നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും ചെറിയൊരു മാറ്റത്തിലേക്ക് കൊടുക്കാം. ചെറിയ മാറ്റത്തിൽ തരും. 2,00,000 ഫാൻസി നമ്പറാണ്. 009. അടുത്തൊരു ഇയോള വരുന്നുണ്ട്. ഇതാ മോഡല്? ഇത് 2013 മോഡൽ ഇറ പ്ലസ്.
സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാത്ത 80,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടി. ഇയോണ് 1,55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. 1,50,000. 1,50,000 ലോൺ കിട്ടും. 5,000 രൂപ വന്നാൽ വണ്ടി പോവാം. 5,000 റുപ്യക്ക് ഉണ്ട് നിങ്ങൾക്കൊരു വണ്ടി എടുക്കാം. ഇയോണല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അടുത്തൊരു ഞാൻ വരുന്നുണ്ട്. ഇത് ഏതാ മോഡല്? 2015-16 രജിസ്ട്രേഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നാനോയിൽ ഫുൾ ഓപ്ഷനാണ്. ടിസ്റ്റാണ്. ഡിക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. ഡിക്കൊക്കെ വരുന്ന വണ്ടി. 1,10,000 നമുക്ക് വണ്ടി കൊടുക്കാം. 1,10,000 ടെസ്റ്റ് മോഡല്. ഡിക്കാൻ പറ്റിയൊരു ആൾട്ടോ. 2006 മോഡൽ. അടുത്ത വർഷം ഏകദേശം പകുതിക്ക് മുകളിൽ വരെ പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. 4 ടയർ പുതിയതുണ്ട്. 2006 LX അൾട്ടോ. AC വർക്കിംഗ് ആണ്. 65,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 65,000 റുപ്യക്ക് ഒരു അൾട്ടോ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ എന്തുണ്ടാ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ പഠിക്കൽ ആവശ്യങ്ങൾക്കാണ് ഒന്ന് അനുയോജ്യമായി കിട്ടാന്ന് എനിക്ക് തോന്നാം. കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യാം. കുറച്ചുകൂടിയൊക്കെ അവർക്ക്. അപ്പോൾ അടുത്ത വീണ്ടും ഒരു അൾട്ടോ. 2011 മോഡൽ അൾട്ടോ LXi. AC പവർ സ്റ്റാറിങ്, 2 വിൻഡോ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക്, റിമോട്ട്, 2 ചാവിയുണ്ട്, സർവീസ് ബുക്ക്. പിന്നെ എന്താ പറയുക, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ആണ്. ആക്സിഡൻ്റ് ഒന്നുമില്ല. എന്തോ ചെറിയ കാരണത്താൽ മാറിയതാണ്. വണ്ടി ക്ലീൻ വണ്ടി. 1,30,000 രൂപയ്ക്ക് നമുക്ക് പുതിയ ഇൻഷുറൻസിൽ വണ്ടി കൊടുക്കാം. പുതിയ 1,20,000 ലോണും കിട്ടും. 1,20,000 ലോണും കിട്ടും. അപ്പോൾ 10,000 റുപ്യയിലേക്ക് വണ്ടി ഇറക്കില്ല. വണ്ടി കൊണ്ടുപോകാം. അത്യാവശ്യം തിരക്കടി ചെയ്യാത്തൊരു ആൾട്ടോ. സീറ്റൊക്കെ നല്ല ക്ലിയർ, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുഷ്യനൊക്കെ ആക്കിയിട്ട്. 13 മോഡൽ ആൾട്ടോ 800 രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് ഫ്രണ്ടിൽ 2 പുതിയ ടയറുണ്ട്. മെക്കാനിക്കലി ഫിറ്റാണ് വണ്ടി. 1,10,000 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ചാവി ഉണ്ട്. മെക്കാനിക്കലി ഫിറ്റാണ്. 1,65,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 1,50,000 ലോണും കിട്ടും. അപ്പോൾ 15,000 റുപ്യ വണ്ടി ഇറക്കില്ല. അതെ. അൾട്ടോ കേട്ടോ. അൾട്ടോ 800. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കറക്റ്റ്? ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കുളപ്പുറത്തിന് പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ടുള്ള വഴിയിൽ 1 കിലോമീറ്റർ വരണം. കുളപ്പുറത്ത് നിന്ന് 1 കിലോമീറ്റർ. നമ്മൾ എയർപോർട്ട് റോഡാണ്. എയർപോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്റർ വന്നാൽ നമ്മളെ ഷോപ്പാണ് മുസ്ലിം കാർസിലെത്തിയ മെയിൻ റോഡ് കേട്ടോ. നമ്മളെ ദേശീയപാത 66 റൈറ്റ് സൈഡില്ല കക്കാട് വരുമ്പോൾ. അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.